പ്രത്യേകം നിശ്ചയിച്ച സ്ഥലങ്ങളിലെല്ലാം ആഘോഷ തിമിർപ്പിലാണ് പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെ തുറന്ന വാഹനത്തിൽ പരമാവധി അവസാന നിമിഷവും വോട്ടർമാരെ കണ്ട് തങ്ങൾക്കൊപ്പം കഴിഞ്ഞ ഒരു മാസക്കാലം സജീവമായിരുന്ന പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ആ അവസാന ലാപ്പിൽ, പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ പരമാവധി ആഘോഷമാക്കി മാറ്റി തങ്ങളുടെ കരുത്ത് വിളിച്ചോതുന്ന പ്രകടനമാക്കി മാറ്റുകയാണ് എല്ലാ മുന്നണികളും തങ്ങളുടെ കൊട്ടിക്കലാശം. അക്ഷരാർത്ഥത്തിൽ കൊട്ടിക്കലാശം എന്നത് ഉത്സവാന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് മഹോത്സവത്തിൻ്റെ 2ാം ഘട്ടത്തിന്, അതിൻ്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. അല്പസമയത്തിനകം, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കൃത്യം 6 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച പ്രകാരം കൊട്ടിക്കലാശം എല്ലായിടത്തും പരിസമാപ്തിയിലേക്ക് എത്തും. അതിനു മുമ്പ് തങ്ങളുടെ ശക്തി പ്രകടനമാക്കി, തങ്ങളുടെ അവസാന ലാപ്പിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്ന ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് ഓരോ മുന്നണികളും. കൊല്ലത്ത് ശ്രീ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും തുറന്ന വാഹനത്തിൽ ആ വോട്ടർമാർക്കൊപ്പം, പാർട്ടി പ്രവർത്തകർക്കൊപ്പം ആ ആഘോഷം പങ്കുവെക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊല്ലത്തേക്ക് വന്നാൽ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥി പട്ടികയിൽ, അല്ലെങ്കിൽ പട്ടിക പ്രഖ്യാപനത്തിൽ ഏറ്റവും അവസാനമുണ്ടായിരുന്ന കൊല്ലത്തെ സ്ഥാനാർത്ഥി ഈ കൃഷ്ണകുമാർജി, ആ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ, കൊല്ലം നിയോജക മണ്ഡലത്തിൽ BJPക്ക് കിട്ടിയ വലിയ മേൽക്കൈ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.